ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഷിപ്പിലേക്ക്, അതായത് കപ്പലിലേക്കുള്ള വലിയൊരു റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിലേക്കുള്ള ജോലി, അതായത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ഷിപ്പുകളിലേക്കുള്ള ജോലിക്കാരെ എടുക്കുന്നത് എല്ലാ നാഷണാലിറ്റീനെയും അവരെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വേണ്ട ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മാസ് ബിഗ് റിക്രൂട്ട്മെൻറ്റ് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഫുള്ളായി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും ഈ ഷിപ്പിൽ മെറൈൻ എൻജിനീയറിങ്, അതിൻ്റെ പിന്നെ ഈ ഹോട്ടൽ ജോബ്സ്, കാറ്ററിങ്, അതൊക്കെ പഠിച്ച കുട്ടികൾക്ക് ബെസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് കണ്ടിട്ട് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളിതായി ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മിനിറ്റ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരാണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഗോവ, ബാംഗ്ലൂർ, മാംഗ്ലൂർ, ബോംബെ, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇതൊരു UK ബേസ്ഡ് കമ്പനിയാണ്. ഈ സാധനം വി ക്രൂ എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, അത് അഡ്രസ്സ് നോക്കുന്ന സമയത്ത് അത് UK ആയിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് UK ഞാനെങ്ങനെ അപ്ലൈ ചെയ്യുക? അങ്ങനെയല്ല. ഇതെല്ലാം നിങ്ങൾ ഇതിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം പോകുന്നത് UK അവർ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ത്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഗോവ, ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ, മാംഗ്ലൂർ, ബോംബെ, ഈ 4 ഏതെങ്കിലും സ്ഥലത്ത്, ഗുജറാത്തിൽ വെച്ചിട്ടും ഇൻ്റർവ്യൂ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, അവിടേക്കാണ് നിങ്ങൾക്ക് ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ, ഇത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ എന്താ സ്ഥിതി ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഒരു കമ്പനിയുടെ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഡയറക്റ്റായി റിക്രൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതൊരു ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതൊരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. അവർ ആൾ ഓവർ ദ വേൾഡ് ഇതേപോലെ ഓരോ ഷിപ്പിംഗ് കമ്പനികൾക്കും വലിയ വലിയ ഓണർമാർക്കും ആൾക്കാരെ എത്തിച്ചു കൊടുക്കുന്ന അവരാണ്. എത്തിച്ചു കൊടുക്കുക മീൻസ് റിക്രൂട്ട് ചെയ്യുന്ന അവരാണ്. ഇതിൻ്റെ വി ക്രൂ എൻ്റെ നോക്കൂ, ഇത് വന്നിട്ട് 1984 തുടങ്ങിയതാണ് ഈ ഏജൻസി കമ്പനി. 44,000 ആൾക്കാരെ ആൾറെഡി അവർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പനി ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തേക്ക് പോവുക. റിക്രൂട്ട്മെൻറ്റ് ഫ്രോഡ് അലേർട്ട്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കമ്പനി ഒരു ഫേമസ് കമ്പനിയാണ്, ഫേമസ് റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അതായത് എസ്പെഷ്യലി ഇവർ ഷിപ്പിലേക്കുള്ള ആൾക്കാരെയാണ് മെയിനായിട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഇവരുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് പല പല ഫ്രോഡായിട്ടുള്ള ഇമെയിലുകളും മറ്റേ ഈ മെസ്സേജുകളൊക്കെ വരും. അതിൽ വിടരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവർ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഇതിൻ്റെ ഫുൾ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇതിങ്ങനെ ഇതിൻ്റെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്. ചെറിയ കമ്പനിയല്ല, ഇതന്നെ വലിയൊരു കമ്പനി. ഈ റിക്രൂട്ടിംഗ് ഏജൻസി തന്നെ വലിയൊരു കമ്പനിയാണ്. ഓക്കെ, അടുത്തായി പറയാനുള്ളത്, ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ സാധനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് UK അപ്പോൾ നമ്മളെങ്ങനെ ഇന്ത്യയിലുള്ളവർക്ക് എങ്ങനെ കിട്ടും എന്നുള്ള പേടി വേണ്ട. ഇവർ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അവർക്ക് ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആൾക്കാരെ വേണ്ടി വരും. അതിനുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കമ്പനിയാണിത്. ഓക്കെ, അപ്പോൾ അതാണ് കമ്പനിയെ പറ്റി പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ ഈ ജോബിൻ്റെ എവിടെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ മേലേക്ക് പോവുക. മേലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടോപ്പിൽ കാണുന്ന ഈ സാധനം, അതായത് കാർഗോ, ലെഷർ, ഓഫ് ഷോർ ട്രെയിനിങ്. ഓക്കെ, ഇത് ഏതിൽ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ ലിസ്റ്റാണ് വരിക. ഇതിൽ ഏതിൽ പ്രസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പ്രസ് ചെയ്യാം, ഇതിൽ പ്രസ് ചെയ്യാം, ഇതിൽ പ്രസ് ചെയ്യാം, ഇതിൽ പ്രസ് ചെയ്യാം. ഓക്കെ, അതങ്ങനെ അവർ 5 കാറ്റഗറി ആക്കി വച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇതിൻ്റെ ഫുൾ പൊസിഷൻ ഉള്ള ഇതിലേക്കാണ് പോവുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 188 പൊസിഷനിലേക്കായിട്ട് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയാണ് അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മിസ്സാവാതെ ഫുള്ള് കണ്ട്
നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടില്ലെങ്കിലും വേറെ നിങ്ങളുടെ നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കാർഗോ എന്നുള്ള ഇതിൽ ഞാൻ പ്രസ് ചെയ്യാണ്. നിങ്ങൾ ഓരോതും കണ്ട് ഇതാവണ്ട, പരിഭ്രമിക്കേണ്ട. ഞാനിത് ഫുള്ള് കയറി നോക്കിയതാണ്. ഈ കാർഗോ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കും. വല്ലാതെ തൂങ്ങുന്നുണ്ടെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം, നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാനത് കാർഗോയിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീണ്ടും കമ്പനിയുടെ ഡീറ്റെയിൽസും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾ വായിച്ചും മനസ്സിലാക്കുക. ഡ്രൈവിംഗ് ദ ബൾക്ക് കാരിയർ ഇൻഡസ്ട്രി വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ക്രൂ. ഓക്കെ, ഇവരൊരു ഭയങ്കര റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും. ഇതെല്ലാം സൗകര്യം പോലെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അടുത്തതായിട്ട് സെർച്ച് ആൾ കാർഗോ കാരിയേഴ്സ്. നിങ്ങൾ കാർഗോ കാരിയേഴ്സിലാണ് പ്രസ് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ടത്. അതിൽ എല്ലാ ജോബ് പൊസിഷൻസും ഇതിൽ വരും. 188 പൊസിഷൻസാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അതിങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കേണ്ട വരും. ഓക്കെ, ഡോണ്ട് വറി, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിങ്ങനെ തിരിയുന്നത് കണ്ടിട്ട് അത് നിങ്ങളുടെ മൊബൈലിലെ നെറ്റിലോ എന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് വിചാരിക്കേണ്ടതാണ്. ഇതിലൊരുപാട് അങ്ങനെ തന്നെയാണത്. തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടാൽ മതി. 1 മിനിറ്റൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് വരും. എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇതിൽ വരുന്നുണ്ട്. ഇത് വന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വന്നിട്ട് 188 ഇതാണ് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. 188 പൊസിഷനിലേക്കായിട്ടാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, ചില പൊസിഷൻ ചില കമ്പനികൾക്കായിട്ടും അത് റിപ്പീറ്റ് ആവും. എനിവേ, ആയിരക്കണക്കിന് ജോബ് വേക്കൻസിയാണുള്ളത്. ഓക്കെ, ഓരോന്നും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇവിടെ ഓക്കെ, അമർത്തുക, അടുത്ത പേജിലേക്ക് പോയി. അത് പെട്ടെന്ന് കൊണ്ടുവന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇങ്ങനെ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 21 മുതൽ 40 വരെയാണ് കാണിക്കുന്നത്. ഇതടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 41 മുതൽ 60 വരെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പൊസിഷൻ നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ഉണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മിനിറ്റ്, ഓക്കെ, ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഫിറ്റർ എന്നടിച്ചു കഴിഞ്ഞാൽ ഫിറ്റർ എന്നുള്ള ജോബിലേക്ക് ഉള്ള ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫിറ്റർ എന്നുള്ളത് ഫിറ്റർ എൻജിൻ ഫോർ റോറോ പാസഞ്ചർ. ഈ റോറോ പാസഞ്ചർ ഫെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷൻ ഈ കമ്പനിയിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡിവിഷൻ ലിഷെയർ എന്ന് പറഞ്ഞ ഇതാണ്. ഷിപ്പ് ബോർഡാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഈ ക്ലയൻറ്റിൻ്റെ കമ്പനിയുടെ പേര് ബലേറിയ എന്നുള്ള കമ്പനിയാണ്. ബലേറിയ എന്നുള്ള കമ്പനി ആണെങ്കിലും ഈ റോറോ പാസഞ്ചർ ഫെറി എന്നുള്ളതാണ് ഷിപ്പിൻ്റെ പേര്. അപ്പോൾ ഈ കമ്പനിയാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യണമെങ്കിലും ഈ ക്രൂ വഴി നിങ്ങളെ ഈ കമ്പനി റിക്രൂട്ട് ചെയ്തിട്ട് ഇതിലേക്കാണ് വിടുക. ഓക്കെ, അതാണ് ഇതിൽ ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ നിങ്ങൾ നോക്കാൻ അവനവൻ്റെ ഈ ഏതാണുള്ളത് നോക്കിയിട്ട് കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. എൻ്റെ കമൻസിൽ വരലുണ്ട്. അതാണ് ഞാനിതെടുത്ത് ഇപ്പോൾ ഇടാൻ കാരണം. മോട്ടർമാൻ ഫിറ്റർ സ്കിൽ വിത്ത് ഇതാണ് ഇവിടെ കണ്ടോ, ഇത് ലെഷർ, ഇത് അങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഫിറ്റർ അവിടെ അമർത്തി അത് ഓപ്പണായി കഴിഞ്ഞാൽ ഫിറ്റർ എന്നുള്ളതിൻ്റെ ഓരോരോ അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിൽ കാണിക്കും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ച് നോക്കുക. അത് കാരണം വെച്ചാൽ ഞാൻ ഓരോന്നും ഇത് പറയാത്തത് എന്താ വെച്ചാൽ ഓരോരുത്തരെയും ഓരോ റിക്വയർമെൻറ്റും ഓരോ ക്വാളിഫിക്കേഷനും ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചല്ലേ ഇത് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇത് കണ്ടോ, ഈ ബലേറിയ എന്നുള്ള കമ്പനി ഞാൻ പറഞ്ഞില്ലേ, ബലേറിയ എന്നുള്ള കമ്പനിയാണ്. ഇറ്റലിയാണ് തോന്നുന്നത് അതിൻ്റെ പേര് കാണുമ്പോൾ. ഓക്കെ, അതിലേക്ക് ഫിറ്റർ എൻജിൻ ഫോർ ഇതാണ് നമുക്ക് ഫോർ ഇവരാണ് ഈ റോറോ പാസഞ്ചർ ഫെറി. അവർ ഈ റോറോ പാസഞ്ചർ ഫെറിയാണ്. അപ്പോൾ യാത്രാക്കപ്പലാണ്. ആ യാത്രാക്കപ്പലിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതാണത് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു എക്സാമ്പിളേ ഞാൻ കാണിക്കുന്നുള്ളൂ, എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കുക, ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ സെപ്റ്റംബർ 30 ഉള്ളിൽ അപ്ലൈ ചെയ്യാം.
ഇതിലേക്ക്. അപ്പോൾ ഇത് നോക്കാം അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഓരോന്നിനും അവനവൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി കിട്ടും. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കോൺട്രാക്ട്. ഇതിലെല്ലാം ഷിപ്പിലെല്ലാം എങ്ങനെ വെച്ചാൽ 3 മാസം ജോലി 1 മാസം ലീവ് അങ്ങനെ കിട്ടുക. ഓക്കെ. പിന്നെ ലൊക്കേഷൻ ഷിപ്പ് ബോർഡ്, അതായത് ഓൺ ബോർഡാണ് അർത്ഥം, കരയിലുള്ള പണിയല്ല അർത്ഥം. വർക്ക് പ്ലേസ് ടൈപ്പ് ഓൺ സൈറ്റ്, അത് എവിടെയാണോ ഉള്ളത് അവിടെ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഒന്ന് ഇന്ത്യയിലായിരിക്കാം, അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകും, വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അതായി. അപ്പോൾ ഇനി അടുത്തത് എങ്ങനെ, ഇപ്പോൾ ഈ ഇതൊരു എക്സാമ്പിൾ അപ്ലൈ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ലൈ നൗവിൽ അമർത്തി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ഇതെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് പല അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് അറിയുണ്ടാവും. അവർ വിചാരിക്കുന്നത് ഇതിന് അങ്ങനെയൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് അറിയുണ്ടാവില്ല, അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, വീണ്ടും ഇതവിടെ കാണിക്കുന്നത് നിങ്ങൾ ഏത് ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഏത് കമ്പനിയാണ്. ബലേറിയയുടെ ഏത് ഷിപ്പിലേക്കാണ്, അതാ റോറോ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിം അത് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റോങ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റോറോ പതിനഞ്ചിലേക്കാണ് അപ്ലൈ. എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ കയ്യിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഫോൺ അയ്യോ ഇതിപ്പോൾ UK ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളാണല്ലോ കാണിക്കുന്നത് വെച്ചിട്ട് കുഴപ്പമില്ല. ഇതവിടെ പ്രസ് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യുക. IND അടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വന്നു, ഇന്ത്യ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തു. ലിങ്ക്ഡിൻ URL ഉണ്ടെങ്കിൽ ആ ലിങ്ക്ഡിൻ്റെ അതുണ്ടെങ്കിൽ ആ URL ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റും. കൺട്രി ഇതിപ്പോൾ ഇതാണ് കാണിക്കുന്നത്, INDI ഇന്ത്യ ആക്കുക. ഓക്കെ, ഫുൾ അഡ്രസ്സ് കൊടുക്കുക, ടൗണ് കൊടുക്കുക, പിൻ പോസ്റ്റ് കോഡ് കൊടുക്കുക, നിങ്ങളുടെ പ്രൊഫൈല് റെസ്യൂമോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ സമ്മറി, യൂസ് ഇറ്റ് ടു ടെൽ ലിറ്റിൽ മോർ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ CV-യിലും അതും അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവർ ക്യാച്ചി ആയിട്ടുള്ള നിങ്ങൾ ഇന്ന ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതൊരു ഇതിൽ കൊള്ളുന്ന അത്രയും ഒരു 100 വേർഡ്സിൽ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിരിക്കും. പെട്ടെന്ന് അത് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു ഏരിയയാണത്. അത് കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ക്ലിക്കാവും. അതായത് നിങ്ങൾ എന്ത് ജോലിയാണ് നോക്കുന്നത്, നിങ്ങളുടെ എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര വയസ്സായി എന്നുള്ളത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഡോക്യുമെൻ്റ് റിക്വസ്റ്റ്, ഇവിടെ വേറൊരു അറ്റാച്ച്മെൻറ്റ് വീണ്ടും വരുന്നുണ്ട്. അത് വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ വേറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ ഈ ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരോ ഡീറ്റെയിൽസ് ഉണ്ട്, അതില്ലാച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തു. നാഷണാലിറ്റി വീണ്ടും കൊടുക്കുക, അതിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക, INDI ഇന്ത്യൻ. സിറ്റി ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, അതർ ജോബ് റെഫറൻസ് കൊടുക്കുക, സെക്കൻഡ് അതെല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വിടുക. ഓക്കെ, സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഇത് ടിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് മാസ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൽ മാക്സിമം പറ്റുന്ന ആൾക്കാർ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അതിൽ കൊടുക്കുക. പിന്നെ അതേപോലെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും മെറൈൻ എഞ്ചിനീയറിങ്, മെറൈനിൽ ഡിപ്ലോമ, മെറൈൻ ITI ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അതല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നിങ്ങളിതിൽ നോക്കി അപ്ലൈ ചെയ്യാം. ഓക്കെ, അവർക്ക് എന്താ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഈ ഷിപ്പ് ഏരിയയിൽ തന്നെ ജോബ് കിട്ടണമല്ലോ, അവർ പഠിച്ചതല്ലേ. അപ്പോൾ അതിനുള്ള ബെസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക.